ജയരാജ് ഇവിടെ ബി ജയരാജ് ഇവിടെ ഇദ്ദേഹം ഈ മഹാൻ റിബേഷ് രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഡിവൈഎഫ്ഐ നേതാവായി ഈ മഹാൻ LP സ്കൂളിലെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ്. ഇയാളാണ് ഇത് ഉണ്ടാക്കിയതെങ്കിൽ ഞാൻ പറയുന്നുള്ളൂ, അത് പോലീസ് കണ്ടെത്തണം. ഉണ്ടാക്കിയതെങ്കിൽ ഇയാൾ പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങളുടെ അവസ്ഥ അങ്ങേയറ്റം ഗതികെട്ട അവസ്ഥയാണെന്ന് പറയാനുള്ളൂ. ബി ജയരാജ് ഇയാൾ ഉണ്ടാക്കിയതാണെങ്കിലും അല്ലെങ്കിലും ഈ വ്യാജ സ്ക്രീൻഷോട്ട് ആദ്യമായി ഈ പൊതുസമക്ഷത്തിലേക്ക് വിഷം കലർത്താൻ ഇറക്കിവിട്ട റിബേഷിനെതിരെ ആ സ്കൂളിൽ നടപടി ഉണ്ടാവണമെന്നുള്ള രണ്ടാമത്തെ കാര്യം. ഏറ്റവും ചുരുങ്ങിയ പക്ഷം ഇതിൻ്റെ ആദ്യ കണ്ണിൽ പോലീസ് കണ്ടെത്തിയിരിക്കുന്ന ഈ റിബേഷിനെതിരെ ഡിവൈഎഫ്ഐ തൽക്കാലത്തേക്കെങ്കിലും ഒന്ന് മാറ്റി നിർത്തണ്ടേ? ചേർത്ത് പിടിക്കേണ്ട ആളാണോ റിബേഷ്? ബി ജയരാജ്. ഹഷ്മി, ഇതിൻ്റെ അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനു മുമ്പ് നമ്മൾ ജമ്പിങ് ഇൻ കൺക്ലൂഷൻസ് ഒട്ടും ശരിയല്ല. കാരണം ഇത് റിബേഷ് രാമകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് ഒരാളെ പിൻ പോയിൻ്റ് ചെയ്തിട്ടുള്ള വിഷയം മാത്രമല്ലല്ലോ. ആ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങളുണ്ടായി. നേരത്തെ ഉണ്ടായ മാതൃഭൂമിയുടെ മറ്റേ ഓൺലൈൻ പത്രത്തിൻ്റെ കവർ പേജ് അതുപോലെ ഫോർജ് ചെയ്തുണ്ടാക്കി. അതുപോലെ നമ്മുടെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാറിൻ്റെ ഒരു ലെറ്റർ ഹെഡ് ഫോർജ് ചെയ്തുണ്ടാക്കി. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇത് ഒരൊറ്റപ്പെട്ട വിഷയം മാത്രമല്ല. ഈ ഒരു വിഷയം മാത്രം എടുത്തുകൊണ്ട് നമുക്കിതിനെ മൊത്തത്തിൽ ഇങ്ങനെ ഒരാളെ പിൻ പോയിൻ്റ് ചെയ്ത് കുറ്റം പറയാനൊന്നും പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ റിജേഷ് രാമകൃഷ്ണനെ പോലെ ഒരു വ്യക്തിയാണ് അത് ചെയ്തതെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ റിബേഷ് രാമകൃഷ്ണനെതിരെ നടപടി ഉണ്ടാകും. റിബേഷ് രാമകൃഷ്ണനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുക. അയാൾ കുറ്റക്കാരനാണെങ്കിൽ അയാൾ ശിക്ഷിക്കപ്പെടണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതിനകത്ത് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. കാരണം അങ്ങനെയുള്ളൊരു പോസ്റ്റാണത്. പിന്നെ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തി ഇതൊരു കാര്യം നമ്മൾ നോക്കണമെന്ന് വെച്ചാൽ ഒരു പ്രതിഭാസം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് ഗുണം ആർക്ക്, ഇതുകൊണ്ട് കോട്ട ആർക്ക്, നേട്ടം ആർക്ക്, കോട്ട ആർക്കെന്ന് നോക്കുമ്പോൾ ഇതിനകത്ത് നേട്ടം ഉണ്ടായിട്ടുള്ളത് UDF-നാണ്. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ട് ഇത് ഏത് കേന്ദ്രങ്ങളിൽ നിന്ന് 70% ഹൈന്ദവ സഹോദര പോപ്പുലേഷൻ ഉള്ള മണ്ഡലത്തിൽ ഇത്തരം ഒരു പ്രചരണം ഉണ്ടായി നേട്ടം ഉണ്ടാവുന്നത് ആർക്കാണ്? ബി ജയരാജ്, 70% ഹൈന്ദവ പോപ്പുലേഷൻ ഉള്ള ഒരു മണ്ഡലത്തിൽ ഇത്തരത്തിലുള്ള ഒരു നെറികെട്ട പ്രചരണം ഉണ്ടായ അതിൽ നേട്ടമുണ്ടാകേണ്ടത് ആർക്കാണ്? ആ നേട്ടം ഉണ്ടാവേണ്ടത് ആർക്കാണ്? ഷാഫി ജയിച്ചത് എത്ര വോട്ടിനാണ്? ഷാഫിക്ക് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ഉണ്ടായത് ഏത് മണ്ഡലത്തിലാണ്? ജനാധിപത്യ വോട്ടിനെ നിങ്ങൾ വർഗീയ വോട്ടാക്കി ചിത്രീകരിച്ചു. അത് പരിഹാരമില്ലാത്ത പാപകർമ്മമാണ് ജയരാജ്. ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യം വ്യത്യസ്തമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യം വ്യത്യസ്തമാണ്. അതിന് മണ്ഡലം വെച്ചോ പഞ്ചായത്ത് വെച്ചോ അവിടെ വോട്ട് കുറഞ്ഞു ഇവിടെ വോട്ട് കൂടിയെന്നൊന്നും പറഞ്ഞിട്ട് നമുക്കതിനെ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വ്യത്യാസമാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് വ്യത്യാസമാണ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് വ്യത്യാസമാണ്. അന്നത്തെ കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ എംപിമാർ ഇവിടുന്ന് അവിടെ മുസ്ലിം വോട്ട് കൂടുതൽ എത്ര മണ്ഡലങ്ങളാണ് ജയരാജന് അറിയാവോ? അങ്ങനെ ഉണ്ടെങ്കിൽ BJP അവിടെ മുസ്ലിം വോട്ട് കൂടുതലുള്ള എത്ര മണ്ഡലങ്ങൾ ജയരാജന് അറിയാവോ? തലശ്ശേരി ലീഡ് എടുത്ത ആരാണെന്ന് അറിയാവോ സർ? തലശ്ശേരി മണ്ഡലത്തിൽ ലീഡ് നേടിയത് ആരാണ്? എന്നിട്ട് വർഗീയ വോട്ട് പിന്നെ അധിക്ഷേപിക്കുന്നു വടകരക്കാർ. തലശ്ശേരി അതാണ് ഞാൻ പറഞ്ഞ മണ്ഡലം തിരിച്ചുള്ള കണക്കല്ല ഇവിടെ നോക്കേണ്ടുന്നത്. മണ്ഡലം തിരിച്ചുള്ള കണക്കൊക്കെ എന്തൊരു പൊട്ടത്തരമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. ആ മണ്ഡലത്തിൽ അങ്ങനെയാണ്. തൃശ്ശൂർ എങ്ങനെയാണ് വോട്ട് പോയേക്കുന്നത്? പല സ്ഥലത്തും ജയിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ തോറ്റിട്ടുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിലും ജയരാജെ അവിടെ ഷാഫി ജയിച്ചാൽ അത് ജനാധിപത്യത്തിന്റെ വിജയമല്ല, അത് മതത്തിന്റെയും വർഗീയതയുടെയും വിജയമാണ്. നിങ്ങളുടെ സൈബർ സ്പേസ് ഓരിയിട്ടതാണ്. അപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം വ്യത്യസ്തമായിരുന്നു. ബി ജയരാജ്, അവിടെ ഷാഫി ജയിക്കുകയാണെങ്കിൽ അത് ജനാധിപത്യത്തിന്റെ വിജയമല്ല, അത് വർഗീയതയുടെ വിജയമാണ്. നിങ്ങളുടെ സൈബർ സ്പേസ് ഒന്നാകെ പ്രചണ്ഡമായി ഓരിയിട്ടതാണ്. ഈവൻ ഈ ഷാഫി പറമ്പിൽ ഞാൻ പറയട്ടെ ഷാഫി പറമ്പിൽ വിദേശത്ത് നടത്തിയ പല മീറ്റിങ്ങുകളിലും ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിലിന് വേണ്ടി പച്ചയായ രീതിയിൽ വർഗീയത പറഞ്ഞ് തന്നെയാണ് ആളുകളുടെ ഫണ്ട് സമാഹരിച്ചിരിക്കുന്നത്. അബുദാബിയിലും ദുബായിലും നടന്ന മീറ്റിംഗുകളുടെ റെക്കോർഡിംഗ് എന്റെ കയ്യിലുണ്ട്. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും എനിക്കറിയാവുന്ന താങ്കൾ ഇടക്കേറി സംസാരിക്കുന്നതാണ് തോന്നിവാസം. അല്ലാതെ ഞാൻ പറയുന്നതല്ല. ഇയാൾക്ക് മുഖ്യമന്ത്രി തോന്നിവാസിയാണ്, ബാക്കിയുള്ളവർ പറയുന്നതല്ല തോന്നിവാസമാണെങ്കിൽ ആദ്യമേ കണ്ണാടി പിടിച്ച് മുഖത്തേക്ക് നോക്കുക, എന്നിട്ട് തീരുമാനിക്കുക ആരാണ് തോന്നിവാസി എന്ന്. ആ തോന്നിവാസത്തിന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കിയിട്ട് ചർച്ച തുടരാം.
ഇയാൾക്ക് ഇടത് കേരളത്തിലെ സഹയാത്രികൻ. മുഖ്യമന്ത്രി നാണമില്ലേ അങ്ങനെ തോന്നിയാസിയാണ്. പറയാൻ? നാണമില്ലേ ബാക്കി പറയാൻ? എല്ലാവരും പറയുന്നത് തോന്നിയാസിയാണെങ്കിൽ അങ്ങനെ പറയാൻ? തോന്നിയാസി ആരാണെന്ന് എന്ത് അറിയണമെങ്കിൽ തെളിവിന്റെ കണ്ണാടി അടിസ്ഥാനത്തിലാണ് നോക്കിയാൽ താങ്കൾ ഈ മതി. പറയുന്നത്? കണ്ണാടി നോക്കിയാൽ ഷാഫി കൂടുതലൊന്നും പറമ്പിൽ പറയണ്ട. എന്ത് വർഗീയതയാണ് പറഞ്ഞത്? ജിൻഡോ, താങ്കൾ ഞാൻ തെളിവ് താങ്കൾ സഹിതം സംസാരിച്ചിരുന്നപ്പോൾ ഞാൻ നാണംകെട്ട ഇടപെട്ടില്ല. വർത്തമാനം പറയില്ലേ? എന്റെ സമയത്ത് ഇയാൾ ഒരു ഷാഫി പറമ്പിൽ പറഞ്ഞതല്ല ഞാൻ ന്യായീകരിക്കാൻ പറഞ്ഞത്. വേണ്ടിയിട്ട് മറ്റൊരു ഷാഫി നാണംകെട്ട പറമ്പിൽ വർത്തമാനം പങ്കെടുത്ത പറയരുത്. മീറ്റിങ്ങുകളിൽ വർഗീയതയുടെ പറയരുത്. പ്രസംഗങ്ങൾ പറയാൻ ഉണ്ടായിരുന്നു പാടില്ല. എന്നാണ് പറഞ്ഞത്. ഷാഫി ഷാഫി പറമ്പിൽ പറഞ്ഞു പറമ്പിൽ എന്ന് പങ്കെടുത്ത താങ്കൾ പറഞ്ഞു. മീറ്റിങ്ങുകളിൽ അല്ലെങ്കിൽ വർഗീയ ഹാഷ്മിയോട് പരാമർശങ്ങൾ ചോദിക്കും. ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഈ ദുബായിലും പാർട്ടിയിൽ അബുദാബിയിലും. എന്താണ് തെളിവ് ജയരാജ്? വെറുതെ ഷാഫി പറയില്ലേ? വെറുതെ പറഞ്ഞു എന്ന് വെറുതെ താങ്കൾ വെറുതെ പറഞ്ഞു. ജയിക്കാൻ എന്തും എന്താണ് പറഞ്ഞു കളയല്ലേ?